Hi students, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസും അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിൻ്റെ ഫങ്ഷൻസും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ the diagnosis and treatment of human illness and restoration of health and well-being of those temporarily deprived of this. Hospital has become a highly scientific and complex medical institution as against the age of old concept of a poorhouse where people left their patient for hope of cure. Professionally and technically skilled people applied their knowledge and skilled with help of complicated equipments to provide quality care for the patient. To the community, it is a place to receive medical care to the physician, and it is a place to treat patient to the employers, and it is a place to work, and the hospital administrator, it is a multifaceted organization. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലേസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഡയഗ്നോസിസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഹ്യൂമൻ ഇൽനെസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് ഹോസ്പിറ്റലിനെ കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഹാസ് ബിക്കം ഹൈലി സയൻറ്റിഫിക് ആൻഡ് കോംപ്ലക്സ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എഗെയിൻസ്റ്റ് ദ ഓൾഡ് concept of a poor house where people left their patients for hope of cure. അപ്പം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹൈ സയൻറ്റിഫിക് കോംപ്ലക്സ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പണ്ടുള്ള ആൾക്കാർ വിചാരിച്ചത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ചെറിയ വീടാണ്, എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വീടായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിനെ പണ്ടുള്ള ആൾക്കാർ കണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രൊഫഷണലി ടെക്നിക്കൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ നോളേജസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പേഷ്യൻസിന് എന്താണ് നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഹോസ്പിറ്റൽസിൽ ഫിസിഷ്യൻസും മാത്രമല്ല ഉള്ളത്, ഒരുപാട് എംപ്ലോയേഴ്സ് ഉണ്ട്. അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, അവർ ഹാപ്പിയാണോ, അവരുടെ വർക്കിംഗ് കണ്ടീഷനിൽ അവർ ഹാപ്പിയാണോ എന്ന് നോക്കുന്നതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് ചലഞ്ചസും മൾട്ടിപ്പിൾ ഫേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഫീൽഡ് ഓഫ് റിലേറ്റിംഗ് ടു ലീഡർഷിപ്പ്, മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹോസ്പിറ്റൽ. To keep a space with changing the environment and demands of people, the administrator has to strike a balance between internal management and community expectations and maintaining positive relationship with staffs, patients on the side and hospital on the other side. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പ്, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള റോൾസിലൊക്കെ ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യുന്ന പേ റോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സൊക്കെ നല്ല എൻവിറോൺമെൻ്റ് ആണോ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതാണോ എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസിൽ വരുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രൈം ഒബ്ജക്റ്റീവ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ is ensuring the efficient performance of all departments in a hospital. Hospital administration should ensure that different departments of hospitals are running smoothly, that the right people are the right job, and that people know what is expected of them, and that resources are used efficiently, and that all departments are working towards a common goal to be provided a quality patient care. അപ്പം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അത് നല്ല രീതിക്ക് സ്മൂത്ത്ലി റൺ ചെയ്യുന്നതിന് നോക്കേണ്ട ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയാണ്. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ജോബ്, റൈറ്റ് പീപ്പിൾ
ദ റൈറ്റ് ജോബ് ആർ ഇൻ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ജോലി, കറക്റ്റ് ആളെ അതാതായിട്ടുള്ള ഏത് പ്ലേസിലേക്കാണോ വേണ്ടത് ആ ആൾക്ക് കറക്റ്റ് ജോബും കറക്റ്റ് ആളെയും നിയമിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെയാണ്. പിന്നെ ഇവരെല്ലാവർക്കും ഒരു കോമൺ ഗോൾ ഉണ്ടാവണം. ആ ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെയും അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും കോമൺ ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് PGDM in hospital management or MHA. He should have the industry knowledge and he should have successful past record of effective and effect management, professional par excellence, committed to work and who possess high degree of conceptual skill and creativity mind and ability to direct the subordinates in goal achievement and have an attribute to change in circumference and time situation, demonstrate a code within the organization and he can withstand adverse criticism and ability to take appropriate measure, clear and realistic goal setting and he should keen professional growth. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒന്നെങ്കിൽ PGDM ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ MHA അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് വേണം. അതേപോലെ തന്നെ ആ പുള്ളിക്ക് നല്ലൊരു പാസ്റ്റ് റെക്കോർഡ് വേണം, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പാസ്റ്റ് റെക്കോർഡ് വേണം. പിന്നെ ആൾ ഭയങ്കര കമ്മിറ്റഡ് ടു വർക്ക് ആയിരിക്കണം, വളരെയധികം ക്രിയേറ്റിവിറ്റി മൈൻഡുള്ള ഒരാളായിരിക്കണം. അതേപോലെ തന്നെ സബോർഡിനേറ്റിനെ എന്താണോ അവരുടെ കോമൺ ഗോൾ എന്നുള്ളത് ഡയറക്റ്റ് ചെയ്ത് ആ ഒരു ഗോളിലേക്ക് അവർ അച്ചീവ് ചെയ്യാനുള്ളൊരു കഴിവ് ആർക്ക് വേണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണം. അതേപോലെ തന്നെ ആളുടെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ സിൻസിയർ ആയിരിക്കണം ടുവേർഡ്സ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ടുവേർഡ്സ് ഹിം. പിന്നെ അതേപോലെ തന്നെ പുള്ളി എന്തായിരിക്കണം? വളരെ റിയൽ ആൻഡ് ക്ലിയറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം ആരെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഹോസ്പിറ്റൽ. റോൾ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നൗ hospital covers very aspect of human welfare as a part of healthcare, physical, mental and social well-being, outreach to the community, training of health workers, and there is a shift in the emphasis of medicines from cure to care. The role of an hospital has changed within the emphasis shift from acute to chronic illness, for community to stress disease, from hospital care to home care, from individual orientation to community orientation, from isolated function to area wise or regional function, from episodic care to total care. അപ്പം ഒരു ഹോസ്പിറ്റലിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽഫെയർ ആണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽഫെയർ ആണ്. അവരെന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റിക്കും അതേപോലെ തന്നെ പേഷ്യൻസിന് ഹോസ്പിറ്റലിലും ഒരുപാട് നല്ല സർവീസസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും സർവീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈന്യൂട്ടോ മൈൽഡായിട്ടുള്ള ഡിസീസസോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡിസീസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവരെന്ത് ചെയ്യും? ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെന്ത് ചെയ്യും? ടോട്ടലി അവർ ഹെൽത്തും കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്ത് ഒരു ഇമോഷണൽ സപ്പോർട്ടും ബാക്കപ്പൊക്കെ കൊടുക്കാൻ ഒരു ഹോസ്പിറ്റൽ വളരെയധികം ശ്രമിക്കും. ഇതാണ് സമൂഹത്തിലേക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോൾ എന്താണെന്നാണ്. അതിനകത്ത് 3 ടൈപ്സ് ഓഫ് റോൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റോൾ ടുവേർഡ്സ് പേഷ്യൻറ്റ്, റോൾ ടുവേർഡ്സ് കമ്മ്യൂണിറ്റി ആൻഡ് റോൾ ടുവേർഡ്സ് ഓർഗനൈസേഷൻ. ഈ 3 റോളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്ന റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് റോൾ ടുവേർഡ്സ് ദ പേഷ്യൻ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. റോൾ ടുവേർഡ്സ് ദ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് and appreciate the emotional aspects of patient care, and his responsibility is to understand and specific needs to certain group of patients, that is patients on wheelchair, stretchers, generic patient, pediatric patient, neonates, serious cases, foreign patients, etc. Some of the aspects of the patients are creation of friendly environment, understanding the patient's physical needs, patient emotional needs, patient clinical needs,
patient satisfaction, patient education and patient communication need. ഒരു പേഷ്യൻറ്റിൻ്റെ റോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് പേഷ്യൻസിൻ്റെ ഇടയിലുള്ള റോൾ എന്താണെന്നുള്ളത് ആ വ്യക്തി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ട്? പേഷ്യൻസിൻ്റെ ഇമോഷണൽ ആക്സെപ്റ്റ്സ്, അവരുടെ ഇമോഷണലി അവരെ ഇമോഷണലി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ എന്താണോ അവരുടെ നീഡ്സ് അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ എന്ന് പറയുന്നത് ഒരുപാട് സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും. ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വീൽ ചെയറിൽ, ചിലവർ സ്ട്രെച്ചേഴ്സിൽ, ചിലവർ ജീറിയാട്രിക് പേഷ്യൻസ്, ചിലർ പീരിയാട്രിക് പേഷ്യൻസ്, ചിലർ നീനോനൈറ്റ്സ്, പിന്നെ ഫോറിൻ പേഷ്യൻസ്, അങ്ങനെ ഒരുപാട് പേഷ്യൻസിന് ഒരുപാട് പേഷ്യൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിലൂടെ വേണം ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവർക്ക് നല്ലൊരു ഫ്രണ്ട്ലി എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അവർ ഫിസിക്കൽ നീഡ്സ് എന്താണെന്നറിയുക, അവർ ഇമോഷണൽ നീഡ്സ് എന്താണെന്നറിയുക, അവർ ക്ലിനിക്കൽ നീഡ്സ് എന്താണെന്നറിയുക, അത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അവർ സാറ്റിസ്ഫൈഡ് ആണോന്നറിയാം, അവർക്ക് വേണ്ട പേഷ്യൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർ കമ്മ്യൂണിക്കേഷൻ നീഡ്സ്, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, അവർക്ക് ആരോടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോള്. പേഷ്യൻസിൻ്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോള് ഇങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. റോൾ ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി. അതിനകത്ത് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് പ്രൈമറി ഹെൽത്ത് കെയർ, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് ഹോസ്പിറ്റൽ വിത്ത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, community participation in planning of services and also utilization of hospital services, outreach programs like health camps, immunization camp and camp sensory. ഒരു റോൾ ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ ആയിട്ട് ഇവർക്ക് ഒരു ഇൻ്റഗ്രേഷൻ വേണം, പബ്ലിക്കുമായിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻ്റഗ്രേഷൻസും ഒരു ടൈപ്പും വേണം. എന്നാൽ മാത്രമാണ് ഇവരുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനൊക്കെ നല്ല രീതിക്ക് ഫങ്ഷനിങ് ആവുള്ളൂ. അതേപോലെ തന്നെ പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങും മെഡിക്കൽ ക്യാമ്പൊക്കെ കൊടുക്കുമ്പം കമ്മ്യൂണിറ്റിയും ഹോസ്പിറ്റലായിട്ടൊരു പ്രത്യേക ഒരു ആത്മബന്ധവും ടൈപ്പൊക്കെ വരും. ഇങ്ങനെയാണ് ഒരു റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ടുവേർഡ്സ് ദ ഹോസ്പിറ്റൽ. എന്താണ് ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോള് ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, to handle the hospital resources for maximizing the output is one of the fundamental role of the administrator, such as strategic planning, environmental influence on the hospital, operation management, management of the hospital staff, material management, communication, public relation, risk management, law, ethics and code of conduct, marketing and healthcare services, quality management. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പം എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഇൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സെറ്റിംഗ് ഗോൾസ് for where the organization sees itself in a long term with this goal and objectives in mind. You can create a plan to achieve them. You cannot just set a goals and objectives based on your needs. You also have to send them according to the economic trends, government policies, technological and advertisement. അപ്പം ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നയതന്ത്ര പദ്ധതികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ഒരുപാട് പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷൻസും അതേപോലെ ലോങ് ടേം പ്ലാനിങ്, അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്, അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് എന്താണ്, ഇന്ന് മാർക്കറ്റിലെ ട്രെൻഡ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെയാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഓൺ ഹോസ്പിറ്റൽ. ഓക്കെ, overseeing factors in the hospital included noise level,
patient pain management, environment factors, inhabilities, facilitating communication. These factors all tie up together. Environmental influence എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഭയങ്കര സൈലൻസ് ആയിരിക്കും ഇല്ലല്ലേ. അവിടെ ചിലപ്പോൾ ഡെലിവറി റൂമിൽ നിന്ന് പെയിൻ വന്ന് കരയുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ പേഷ്യൻസിന് വല്ല സർജറിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ ഒന്നും കൊടുക്കാതെ അവരെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർ കരയുന്ന വേദന ഉണ്ടാവും. കുഞ്ഞു പിള്ളേർ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ അങ്ങനെ കരയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ടീം ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് all operational process of the hospital, which includes all clinical and non-clinical department to have a smooth working environment. Operational management എന്ന് പറയുന്നത് ഒരു ടീമാണ്. ആ ഒരു ടീം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് മാനേജ് ചെയ്ത് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് പോകുന്നുണ്ടോ, അവിടുത്തെ എല്ലാ വർക്കിങ്ങും ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെയാണ്. അങ്ങനെ നോക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ്. The staff management module lays a concentrate solution to the HR organization in your hospital, and it contains records of your staff, their job description, their service domain and other vital details, and it helps you to know your staff without going through a heavily bundle of files. Additionally, it enables you to plan the hiring process based on the requirement of the hospital. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സിനെയൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് അവരുടെ വർക്കിംഗ് എൻവിറോൺമെൻറ്റൊക്കെ നല്ല രീതിക്ക് ഹാപ്പിയായി അവർ വളരെ നല്ല രീതിക്കുള്ള വർക്കിംഗ് കണ്ടീഷനിൽ കംഫർട്ട് ആക്കണ്ടേ, അതുപോലെ അവരെ ഹയർ ചെയ്യുക, അവരെ ഡിസ്മിസ് ചെയ്യുക, അവരെ പ്ലേസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഒക്കെ നിർവഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ്. നെക്സ്റ്റ് ഓണേഴ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇസ് കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് ഡ്രഗ്സ്, സപ്ലയേഴ്സ് and equipment needed by health personnel to deliver health services, and the right drug suppliers and equipment must be at the right place at the right time and in the right quantity in order that health personnel deliver health services. ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രഗ്സ്, അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡെലിവർ ചെയ്യാൻ പറ്റും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാണോ, എക്സ്പയറി ഡേറ്റ് ആയതാണോ, അതിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റാണോ, അത് കറക്റ്റ് ടൈമിനാണോ ഡെലിവറി ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താ നോക്കാം. ദ പ്രൈമറി റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻ ആൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഈസ് ടു മാനേജ് മണി ആൻഡ് റിസ്ക് ഇൻ എ വേ that helps to achieve the financial goal of the organization. When a healthcare organization has strong and organized financial management plans and they are able to provide efficient healthcare to all their patients. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ്റെ പ്രൈമറി റോളാണ്. ഇൻകം, എക്സ്പെൻഡിച്ചർ, വരവ് ചെലവ്, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിലെ ഇൻകം, പ്രൊഡക്ടിവിറ്റി, എക്സ്പെൻഡിച്ചർ, ചെലവുകൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അവർ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് യൂഷ്വലി യൂസ്ഡ് ബൈ patient and medical practitioner to explain the problem or disease and modes of treatment, signs and signages, and many hospitals have signages displayed for the patient and others to communicate about the facilities and infrastructure. അപ്പം നല്ലൊരു വേർബൽ കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസിൻ്റെ അടുത്തും അതേപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്തും ഉണ്ടാവണം. അതേപോലെ തന്നെ അവർ നല്ല രീതിക്ക് അവരുടെ എന്താണോ പേഷ്യൻറ്റിൻ്റെ ഡിസീസസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ആ ഒരു
ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഒരു പേഷ്യൻ്റാണ്. അതിനുള്ള വിൽ പവറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസോ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. അതുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവർക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ദ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്, അഡ്വർടൈസ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, patient satisfaction, monitoring. Not only does it help the hospital organization achieve its socio-economic goals, but also helps in patients' well-being and speedy recovery. അപ്പോൾ ഒരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ പബ്ലിക്കുമായിട്ട് മീൻസ് പബ്ലിക്കിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി പവറും അല്ലെങ്കിൽ നല്ലൊരു കൊളാബറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Deployment of healthcare risk management has traditionally focused on the important role of the patient safety and the reduction of medical errors that jeopardize an organization's ability to achieve its mission and protect against financial liability, but with expanding role of medical science serve changing regulatory, legal, political and climate healthcare risk management has become more complex over the time. Risk management എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റൽസിലുള്ള എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ആൾക്ക് വേണം. അപ്പോൾ ഒന്നെങ്കിൽ പേഷ്യൻസ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ പേഷ്യൻസിൻ്റെ സേഫ്റ്റി അങ്ങനെയുള്ള ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഹോസ്പിറ്റൽ എടുക്കണം. അതേപോലെ തന്നെ കാരണം പൊളിറ്റീഷ്യൻസ്മാരുടെ ഉപദ്രവം, ലീഗലി കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് നടത്തുക, അങ്ങനെയുള്ള ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം വരും. അപ്പം അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലോ ആൻഡ് എത്തിക്സ് കോഡ് ഓഫ് കണ്ടക്ട്. അപ്പം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ടത് എന്താണ്? നല്ല ആൾ ചെയ്യുന്ന വർക്ക് വളരെ എത്തിക്കായിട്ടും വളരെ സിൻസിയറായിട്ടും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫ് ഹെൽത്ത് സർവീസസ്. നമുക്കറിയാം ഇന്ന് ഏതൊരു കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏതൊരു ഹോസ്പിറ്റൽ ഫീൽഡാണെങ്കിലും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താലോ പബ്ലിക് നമ്മളിലേക്ക് അവയർനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൊടുക്കും. അപ്പം അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് ആ കറക്റ്റ് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നും ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല. NABH അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റൽസിന് മാത്രമേ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അവരുടെ എന്ന് പറയുന്നത് എൻറ്റയർ ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കലായിട്ടും നോൺ ക്ലിനിക്കലായിട്ടുള്ള എല്ലാ ക്വാളിറ്റി സർവീസസും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റിനെയാണ്. മെഡിസിൻസിൻ്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ നീറ്റ്നെസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കേണ്ടത് ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം അവരൊക്കെ അത് നല്ല രീതിക്ക് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, ആട്രിബ്യൂട്ട്സ്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ റോള്, പിന്നെ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിനകത്ത് 3 എണ്ണം ഉണ്ട്. റോൾ ടുവേർഡ്സ് ദ പേഷ്യൻറ്റ്, റോൾ ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി ആൻഡ് റോൾ ടുവേർഡ്സ് ദ ഹോസ്പിറ്റൽ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.